കേരളം വിധിയെഴുതാൻ ഇനി 5 നാളുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കലാശക്കൊട്ടിനൊരുങ്ങി മുന്നണികളും സ്ഥാനാർത്ഥികളും എത്തിക്കഴിഞ്ഞു. ദേശീയ നേതാക്കളുടെ അവസാനഘട്ട പര്യടനം തുടരുകയാണ്. CPIM ജനറൽ സെക്രട്ടറി ഇന്ന് തിരുവനന്തപുരത്തുണ്ട്. വിശദാംശങ്ങളുമായി നിർബൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കൽ കൂടി ചേരുകയാണ്. നിർബൻ, ഗുഡ് മോർണിംഗ്. അഞ്ജന, മോർണിംഗ്. നിർബൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 ദിവസം മാത്രമാണ് ഇനി തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദേശീയ നേതാക്കളടക്കം എത്തി ഇവിടെ പ്രചരണത്തിനെത്തുമ്പോൾ സ്വാഭാവികമായും വലിയ ആവേശത്തിൽ തന്നെയായിരിക്കും പ്രവർത്തകരും അതോടൊപ്പം തന്നെ ജനാധിപത്യ വിശ്വാസികളും എന്നതിൽ നമുക്ക് യാതൊരുവിധ സംശയവുമില്ല. ഇപ്പോൾ സീതാറാം യെച്ചൂരി തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹത്തിന്റെ പരിപാടികൾ എങ്ങനെയാണ്, അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെ? തീർച്ചയായും അഞ്ജന, തെരഞ്ഞെടുപ്പിന് ഇനി 5 നാളുകൾ മാത്രമാണ് കേരള വിധി എഴുതാൻ. നേരത്തെ അഞ്ജന പറഞ്ഞതുപോലെ മറ്റൊരു വാർത്തയല്ല, തെരഞ്ഞെടുപ്പാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അത് ആണ് കേരളം ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ വാർത്തയുടെ തുടർച്ചയായിട്ടാണ് ഇന്ന് CPIMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തിരുവനന്തപുരത്തുണ്ട്. 2 മണ്ഡലങ്ങൾ, തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലും ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെയും 2 പൊതുയോഗങ്ങളിൽ സീതാറാം യെച്ചൂരി പങ്കെടുക്കുന്നുണ്ട്. രാവിലെ 10:30 പൂജപ്പുര മൈതാനത്താണ് സീതാറാം യെച്ചൂരി പങ്കെടുക്കുന്ന പന്ന്യൻ രവീന്ദ്രൻ്റെ വിജയത്തിനായിട്ടുള്ള യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന വലിയ പൊതുയോഗമാണ് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ LDFൻ്റെ കമ്മിറ്റി സജ്ജീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം വൈകിട്ട് മാമം ഗ്രൗണ്ടിൽ വി ജോയിയുടെ വിജയത്തിനായിട്ടുള്ള ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ LDF കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള വിപുലമായ യോഗമുണ്ട്. യോഗവും അതിനുശേഷം തന്നെ വിപുലമായ എൻജോയ് എന്ന പ്രത്യേക സംഗീത പരിപാടിയും ആറ്റിങ്ങലിൽ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ പ്രത്യേക സാംസ്കാരിക സദസ്സ് പൂജപ്പുരയിൽ സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് 2 മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥികളുടെ പര്യടനവും പതിവ് പോലെ ഇത് നടക്കും. അവസാനഘട്ട ഓട്ടമാണ്, കലാശക്കുട്ടിലേക്ക് മുന്നണികൾ കടക്കുന്നു. ദേശീയ നേതാക്കളുടെ അവസാനഘട്ട പര്യടനമാണ് കേരളത്തിൽ നടക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയുടെ പര്യടനം വിവിധ സ്ഥലങ്ങളിലുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് വന്ന് വലിയതുറ മുതൽ പൂന്തറ വരെയുള്ള റോഡ് ഷോ കഴിഞ്ഞാണ് പ്രിയങ്ക ഗാന്ധി മടങ്ങിയത്. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പര്യടനത്തിലായിരുന്നു അവർ. ഇന്ന് P. ചിദംബരം അടക്കമുള്ള ദേശീയ നേതാക്കൾ, കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ ഇന്ന് തിരുവനന്തപുരത്തുണ്ട്. ചിദംബരം ഇന്ന് 10:30 മണിയോടുകൂടി KPCC ഇന്ദിരാഭവനിൽ വെച്ച് മാധ്യമങ്ങളെ കാണും. അഞ്ജന, വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ, ഒന്ന്, സ്ഥാനാർത്ഥികൾക്ക് നേരിട്ട് വോട്ടർമാരെ കാണാനുള്ള, പരമാവധി വോട്ടർമാരെ കാണാനുള്ള നിമിഷമാണ് ഇനിയുള്ള ഓരോ ദിവസങ്ങളും. ഒപ്പം തന്നെ മുന്നണികൾക്കും പ്രവർത്തകർക്കും വീട് വിടാന്തരമുള്ള ഹൗസ് ക്യാമ്പയിനിൻ്റെ അവസാന ഘട്ടമാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥികൾ പരമാവധി വോട്ടർമാരെ കാണാനുള്ള ശ്രമം നടത്തും. ഒപ്പം തന്നെ ഞായർ അവധിയായതിനാൽ വീടുകളിലുള്ളവരെ പരമാവധി കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഒരു അവധി ദിവസം ഇന്നാണ്. അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഓട്ടവും അതിൻ്റെ ഒരു തത്രപ്പാടും മുന്നണികൾക്കുണ്ട്. ഇനി വരുന്ന ഓരോ ദിവസങ്ങളും നിർണായകമാണ്. പരമാവധി വീട് വീടാന്തരം കയറിയിട്ടുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങളായിരിക്കും. ഒപ്പം തന്നെ കുടുംബയോഗങ്ങൾ വ്യാപകമായി എല്ലാ മുന്നണികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഈ റോഡ് ഷോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട മുന്നണികളുടെ ഒരു പരിപാടിയായി റോഡ് ഷോ മാറിയിട്ടുണ്ട്. പുതിയ കാലത്ത് മുമ്പ് ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് രീതികളുടെയും പ്രചരണ രീതികളുടെയും ഒക്കെ വലിയ മാറ്റം വന്നു. വലിയ പൊതുയോഗങ്ങളെക്കാൾ ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം മുന്നണികൾ വച്ചു പുലർത്തുന്നത് റോഡ് ഷോയാണ്. അത് ദേശീയ നേതാക്കളൊക്കെ വന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന റോഡ് ഷോ, അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതിനൊക്കെ ഉള്ള ദിവസങ്ങൾ ഇനി വളരെ നിർണായകമാണ്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ഉയർത്തിയ ക്യാമ്പയിനിൽ തന്നെ കേരള രാഷ്ട്രീയം ഇപ്പോഴും നിൽക്കുന്നുവെന്നത് തന്നെയാണ് ഇടതുമുന്നണിയുടെ വലിയ അഡ്വാൻറ്റേജായി കാണേണ്ടത്. ഒന്ന്, സ്ഥാനാർത്ഥി നിർണയം ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കി ആദ്യഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ ഒരു ബഹുദൂരം മുന്നിൽ പോകാൻ LDFനായി. ഈ ഘട്ടം അവസാനത്തെ ഒരാഴ്ച ബാക്കി നിൽക്കുമ്പോൾ, കേവലം 5 ദിവസം ബാക്കി നിൽക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് LDF തന്നെയാണ്. അത് 3 മുന്നണികളും പ്രത്യേകിച്ച് NDAയും UDFും അത് അംഗീകരിച്ചേ മതിയാവുള്ളൂ. കാരണം ആ ചിട്ടയായ പ്രവർത്തനം എല്ലാ മണ്ഡലങ്ങളിലും, 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും കൃത്യമായി LDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയമാണ്. LDF ഉയർത്തിയ രാഷ്ട്രീയം, ഒന്ന്, പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട, നിയമവുമായി ബന്ധപ്പെട്ട, വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ചോദിച്ച UDFനോട് ചോദ്യം
ചോദിച്ച ചോദ്യങ്ങൾ അതിന് ഇപ്പോഴും അവർക്ക് UDF നേതാക്കൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. ഒപ്പം തന്നെ വയനാട് തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ ലീഗിൻ്റെ പാർട്ടി പതാകകൾ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട മൗനം, അക്കാര്യങ്ങളിൽ വ്യക്തമായ മറുപടി കോൺഗ്രസിന് പറയാൻ കഴിഞ്ഞില്ല. പിന്നെ SDP ബന്ധപ്പെട്ട രഹസ്യധാരണ തുടങ്ങി പരസ്യവുമായിട്ടുള്ള പിന്തുണയായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ മുഖ്യമന്ത്രി ഉയർത്തിയ കേന്ദ്രം കേരളത്തെ അവഗണിക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ MP-മാർ, കേരളത്തിൽ നിന്ന് വിജയിച്ചു പോയ MP-മാർ എന്തു ചെയ്തു എന്ന മുഖ്യമന്ത്രി ചോദ്യങ്ങൾ, അങ്ങനെ പ്രധാനപ്പെട്ട LDF ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായ മറുപടി UDF ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയം, LDF ഉയർത്തിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും കേരള രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലതരത്തിൽ വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങളുണ്ടായി. ചില സെൻസിറ്റീവായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ പല ഘട്ടങ്ങളിൽ UDF-ഉം BJP-യും നടത്തിയിരുന്നു. പക്ഷേ അതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു. അല്പം മുമ്പ് അഞ്ജന പറഞ്ഞതുപോലെ പുതിയ മാധ്യമപ്രവർത്തനത്തിൻ്റെ കാലത്തിൽ നവമാധ്യമങ്ങളുടെ നിർണായകമായ പങ്കാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. വ്യാപകമായ കുപ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ സോഷ്യൽ മീഡിയ രംഗത്ത് വരുന്നു. ചില മാധ്യമങ്ങൾ സംഘടിതമായി LDF-നെതിരെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം കൊണ്ട് തന്നെ നടത്തിയ ബോധപൂർവമായ ശ്രമങ്ങളെല്ലാം നവമാധ്യമങ്ങളിലൂടെ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. അതുകൊണ്ട് ഇനിയുള്ള 5 ദിവസം ഏറെ നിർണായകമാണ്. പലതരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ വിവാദങ്ങളിലേക്ക് വഴിവെക്കാനുള്ള ചില പ്രസ്താവനകളോ ചില അടിയൊഴുക്കുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില സമ്മർദ്ദ ഗ്രൂപ്പുകളെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത് ഇനിയുള്ള ദിവസങ്ങളിലാണ്. കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നമ്മൾ കണ്ടതാണ്. അവിടെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു പ്രധാനപ്പെട്ട വ്യവസായി രഹസ്യമായി ചില സ്ഥലങ്ങളിൽ പണം നൽകുന്നതിന് വേണ്ടി എത്തുന്നു. അവിടെ നാട്ടുകാരും പാർട്ടി പ്രവർത്തകരൊക്കെ ചേർന്ന് LDF പ്രവർത്തകർ വാഹനത്തെ തടഞ്ഞു വയ്ക്കുന്നു. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും വലിയ തരത്തിൽ ഈ പറയുന്ന കാശിറക്കി വോട്ട് പിടിക്കാനുള്ള ശ്രമം നടത്താനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് വ്യാപകമായി പണമൊഴുക്കിയെന്ന പരാതി ഉണ്ടായിരുന്നു. അത് പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ LDF പ്രവർത്തകർ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ വലിയ തരത്തിൽ പണത്തിൻ്റെ കുത്തൊഴുക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലൊക്കെ ശതകോടീശ്വരനായിട്ടുള്ള ആളാണ് BJP-യുടെ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരാണ് മത്സരിക്കുന്നത്. ഇനിയുള്ള 5 ദിവസങ്ങളിൽ പണമൊഴുക്കാനുള്ള സാധ്യതയാണ്. അത് പ്രതിരോധിച്ചുകൊണ്ട് LDF-ന് വിജയിച്ചു വരണം. അതിനുള്ള ജാഗ്രതായ പ്രവർത്തനങ്ങളിലായിരിക്കും LDF പ്രവർത്തകർ പോവുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ 2 സ്ഥാനാർത്ഥികൾ, തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥിയായ പന്ന്യൻ രവീന്ദ്രനും ഒപ്പം തന്നെ ആറ്റിങ്ങലിലെ ഇടതു സ്ഥാനാർത്ഥിയായ വി ജോയും ഇന്ന് മണ്ഡല പര്യടനങ്ങളുണ്ട്. ഒപ്പം തന്നെ 2 പ്രധാനപ്പെട്ട പൊതുയോഗങ്ങളുണ്ട്. ആ 2 യോഗങ്ങളിലും CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് പങ്കെടുക്കുന്നത്. അഞ്ജന. സുരേന്ദ്രൻ, എന്തായാലും യെച്ചൂരി കൂടി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അത് സ്വാഭാവികമായും വലിയ ആവേശമുണ്ടാകും. കേരളം വിധി എഴുതുന്നതിന് വേണ്ടി ഇനി 5 നാൾ മാത്രമാണ് ശേഷിക്കുന്നത്. സ്വാഭാവികമായും നിരവധിയായ വിഷയങ്ങൾ കേരളം അഭിമുഖീകരിക്കുന്ന വികസന വിഷയങ്ങളാകട്ടെ, ഇങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ഈ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഭരണഘടന, മതേതരത്വം, ജനാധിപത്യം ഇവയൊക്കെ വെറും വാക്കുകൾ മാത്രമായി ഒതുങ്ങപ്പെടാത്ത ഒരു കാലം സ്വപ്നം കാണുന്ന ജനാധിപത്യ വിശ്വാസികൾ സ്വാഭാവികമായും കൃത്യമായി അവരുടെ സമ്മതിദാന അവകാശം കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്.